ഒരുപാട് വർഷങ്ങളായില്ല എങ്കിൽ പോലും ഒരു 7-8 കൊല്ലങ്ങൾക്ക് മുൻപ് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു നടി തൻ്റെ പ്രസവ ദൃശ്യങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിക്കുകയും അത് പിന്നീട് ഒരു സൃഷ്ടിയായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ അതിനെ ചീത്ത പറഞ്ഞ അല്ലെങ്കിൽ അതിനെ ആ ഒരു സ്വകാര്യത പബ്ലിക്കായിട്ട് കാണിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ മലയാളികൾ ഇന്ന് ദിയ കൃഷ്ണയുടെ പ്രസവ രംഗങ്ങൾക്ക് കൈയടിക്കുകയാണ്. കാലങ്ങൾക്കിപ്പുറം വർഷങ്ങൾക്കിപ്പുറം മലയാളികളുടെ ചിന്താഗതി എത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി, ഒരു അടയാളപ്പെടുത്തലായി ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാല്ലേ ശാരിക? തീർച്ചയായിട്ടും. കാരണം ഇത് കാലങ്ങളായിട്ട് പുറം നാടുകളിലുണ്ട്. അപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം അത് ഒരു നോർമൽ ആയിട്ടുള്ള പ്രോസസ്സാണ് പ്രസവം എന്ന് പറയുന്നത്. അത് വലിയ കാര്യമുള്ള കാര്യമല്ല. അത് ഏത് പെണ്ണുങ്ങൾക്ക് പബ്ലിക്കിന് മുന്നിൽ കാണിക്കേണ്ട ഒരു സ്വകാര്യ മാത്രമല്ല, അതൊരു സാധാരണ സംഭവമാണ്. നമുക്കൊരു പനി വരുന്ന പോലെയോ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ചെറിയ മുറിവ് പറ്റിയിട്ട് കുഞ്ഞുണ്ടായി വീഴുന്ന ഒരു പ്രതീതിയായിരുന്നു മിക്ക ഓപ്പോസിറ്റ് ആൾക്കാർക്ക്. സ്ത്രീക്ക് അറിയാം എത്രമാത്രം സ്ത്രീകളല്ലാത്തവർ പുരുഷന്മാർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി ഹസ്ബൻഡിന്റെ പാർട്ട്, സഹോദരങ്ങളുടെ പാർട്ട് നിൽക്കുന്നവർക്ക് അതിപ്പോ എന്റെ അമ്മ പ്രസവിച്ചില്ലേ, നീ പിന്നെ ചില ഹസ്ബൻഡ് പല കുടുംബങ്ങളിലെ ഫസ്റ്റ് ഡയലോഗ് രണ്ടാമത്തെ ഡയലോഗ് സ്ഥിരം ക്ലീഷേ ഡയലോഗ്. രണ്ടാമത്തെ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ ഞങ്ങൾ 5-3 മക്കളെ പ്രസവിച്ചില്ലേ, പിന്നെ എന്നാ അവര് നോക്കിയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന്റെ ഒരു കാറ്റായിട്ട് മാറുകയാണ് ഈ പറഞ്ഞ ദിയാകൃഷ്ണയും വൈഫ് ദിയാകൃഷ്ണയും ഹസ്ബൻഡ് അശ്വനും. അവരല്ലേ തന്നെ കുറച്ച് വിവാദങ്ങളിലായിരുന്നു. അവരുടെ പ്രസവ സമയം അത്ര സുഖകരമായിരുന്നില്ല, പ്രസവ കാലഘട്ടം. ദിയാകൃഷ്ണൻ ഒരുപാട് വിവാദങ്ങൾ പിടി, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ആ കുട്ടിക്ക് അനുഭവിക്കുകയും ഒക്കെ ഉണ്ടായി. അത് സൈബർ കാര്യം ചെയ്തതല്ല, എപ്പോഴും സൈബറുകാരെയാണല്ലോ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. അത് അവരുടെ സ്റ്റാഫുകൾ തന്നെ ചെയ്ത ഒരു പരിപാടി കൊണ്ട് ഒരു വലിയ സംഘർഷത്തില്ല. എന്തെങ്കിലും സുഖപ്രസവമായിരുന്നു. ആ പ്രസവത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ ഭയങ്കര ഫുൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത് കണ്ടത് ആ പെൺകുട്ടിയുടെ ഒരു ഭാഗ്യം. ചില കുറിപ്പുകളൊക്കെ വായിച്ചപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു പോയി. കാരണം ആ ദിയയുടെ ഒരു ഭാഗ്യമാണ് ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, സഹോദരങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട്. കാരണം ലേബർ റൂമിൽ കയറുന്ന ഒരു സ്ത്രീയുടെ വിഷമം ആ പ്രസവിച്ചൊരു സ്ത്രീക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ സിസേറിയൻ ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും അമ്മയായ സ്ത്രീക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ആ റൂമിൽ കയറുമ്പോഴാണ് നമ്മുടെ ഒറ്റപ്പെടല്, ടെൻഷൻ, പേടി, ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക്, ദൈവവും നമ്മൾ മാത്രം. എന്ത് സംഭവിക്കാം, നമ്മൾ ചുറ്റിനുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, ടെൻഷൻ അല്ലാതെ ഒന്നുമില്ല. ആ സമയത്ത് തൊട്ടടുത്ത് നിൽക്കുകയാണ് കൈ പിടിക്കാൻ അച്ഛനും അമ്മയും കൂടപ്പുറപ്പുകളും, ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ. അത് അങ്ങനെ അവരുടെ തീരുമാനം ഉണ്ടല്ലോ, അതിന് കൈയടിച്ചേ പറ്റത്തുള്ളൂ. കാരണം അതൊരു വല്ലാത്ത മാറ്റമാണ്. ഈ മാറ്റം തുടരട്ടെ. കാരണം അവരൊരു മാതൃക ഫാമിലിയായി മാറി ഈ ഒരു കാര്യത്തിലൂടെ. വേറെ എന്തെല്ലാം അലിഗേഷൻസ് അവർക്കെതിരെ എന്ന് പറഞ്ഞാൽ ആ കേസിന്റെ വിഷയത്തിലും അതുക്കും മേലെ അവർ ചാടിക്കടന്നിരിക്കുന്നു ഇപ്പോൾ ഇതൊരു കുടുംബത്തിന്. കാരണം അത് മൊത്തത്തിൽ ആ പുള്ളിക്കാരനും ആ ഒരു മനസ്സുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ആ ഫാമിലിയോടും ദിയോടും ചേർന്ന് പോകുന്നത്. സത്യത്തിൽ ഇതൊരു ട്രെൻഡായി മാറട്ടെ. ഇതൊക്കെയാണ് ശരിക്കും ട്രെൻഡായി മാറേണ്ടത്. ഇനിയുള്ള എല്ലാ ഗർഭിണികൾക്കും ഇതൊരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞ കണക്ക് നിയോം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞും വാർത്തയാവുകയാണ്. അതിനോടൊപ്പം തന്നെ മലയാളികളുടെ ചിന്താഗതി എത്രത്തോളം മാറി എന്നുള്ളതും വലിയ ചർച്ചയാവുകയാണ്. ഭാഗ്യലക്ഷ്മി അടക്കം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അടക്കം വളരെ രസകരമായിട്ട് അതോടൊപ്പം ചിന്തിക്കേണ്ട രീതിയിൽ വളരെ ഭാഗ്യമുള്ള കുട്ടിയാണ് ദിയ, ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. ഞാൻ ആ ദൃശ്യങ്ങൾ എത്രവട്ടം കണ്ടു എന്ന് എനിക്കറിയില്ല എന്ന് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, ഒരു അമ്മ എന്നുള്ള നിലയ്ക്കൊക്കെ വളരെ വൈകാരികമായിട്ട് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഗൈനക്കോളജിസ്റ്റുകൾ പോലും, ഇങ്ങനെ വേണമെന്ന് പറയുന്ന നിരവധി ഗൈനക്കോളജിസ്റ്റുകൾ പോലും ഉണ്ടായിരുന്നു. ഞാൻ വായിച്ച ഒരു കുറിപ്പിനകത്ത് ഒരു ഗൈനക്കോളജിസ്റ്റാണ്, അവർ ആദ്യം മെഡിസിന് ചേരുന്നതിന് മുൻപ് അവരുടെ ആദ്യത്തെ പ്രസവം എത്രത്തോളം കഠിനമായിരുന്നു. ഇതേ ശാരിക പറഞ്ഞ പോലെ ഇരുട്ടുമുറിയിൽ ഒരു 10 മണിക്കൂറോളം അതിന് മുൻപേ അഡ്മിറ്റായി കിടക്കേണ്ടി വന്ന് ആരെയും കാണാൻ പോലും പറ്റാതെ വേദന അനുഭവിച്ച് പ്രസവിച്ച കാര്യവും, അവർ മെഡിസിന് ചേർന്നതിന് ശേഷം തൻ്റെ കൂട്ടുകാരോടൊപ്പം ഈ പറഞ്ഞ പോലെ കളിച്ചുല്ലസിച്ച് പ്രസവമുറിയിലേക്ക് പോയി അവരൊപ്പം നിന്ന് രണ്ടാമത്തെ സുഖപ്രസവം നടത്തിയ ആ ഒരു ഓർമ്മയും അവർ സുന്ദരമായ ഒരു ഓർമ്മയൊക്കെ ഇനി ഓർത്തെടുക്കുകയാണ്. ഇതിനോട് ചേർന്നിട്ട് അങ്ങനെ പല ആൾക്കാരും വളരെ വൈകാരികമായ കുറിപ്പുകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു മാനസിക ബലം ചെറുതല്ല. തന്നോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടമെന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ കുഞ്ഞിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് പലതരം ചിന്തകളിലൂടെ സ്ത്രീകൾ, എനിക്ക് ചിന്തിച്ചെടുക്കാനേ കഴിയുള്ളൂ. നിങ്ങൾക്ക് ശരിക്കും ഇപ്പൊ ഞാൻ ഗർഭിണിയായ സമയത്ത് എൻ്റെ അമ്മേനോട് പറയുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോ പെൺകുട്ടികളും ഗർഭിണിയ സമയത്ത് അവരുടെ പ്രാർത്ഥന ഇതാണ്, ഇനി 2 പാത്രമാകുന്നവരെ, അതാ കുഞ്ഞു പുറത്തു വരുന്നവരെ 2 പേർക്കും ടെൻഷനാണ്. അമ്മയും കുഞ്ഞും അകത്തല്ല, 2 ജീവനും സെപ്പറേറ്റ് ആയി കഴിയുന്നവരെയും ഈ വീട്ടിലുള്ളവർക്കൊക്കെ ടെൻഷനാണ്. അമ്മമാർക്ക് അവർക്ക് അറിയത്തുള്ളൂ അതിൻ്റെ ഒരു ടെൻഷൻ. പുരുഷന്മാർക്ക് എത്രമാത്രം അത് മനസ്സിലാവും, ഇനി മനസ്സിലാവും. കാരണം പണ്ടും ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു കാരണം പുരുഷന്മാർ കാണണമെന്നാണ് പറയുന്നത്. ആ സ്ത്രീ നമുക്ക് 3 Idiotsൽ കാണിക്കുന്നുണ്ട്. 3 Idiotsൽ ഒരു സ്ത്രീയുടെ പ്രസവം എടുക്കുന്ന ആ ഒരു സീനൊക്കെ കാണുമ്പോൾ അന്ന് അമീർ ഖാൻ കയ്യിൽ ആ കുഞ്ഞിനെ കരഞ്ഞുകൊണ്ട് എടുക്കുന്ന ഒരു സീനുണ്ട്. അതായത് ഒരു അമ്മ എത്ര മാത്രം വേദന തിന്നിട്ടാണ് അവന് പിറവി കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഈ പറയപ്പെടുന്ന അന്ന് ഹസ്ബൻഡ് ആയിരിക്കുന്ന വ്യക്തി ചിന്തിക്കും, ഞാനും ഇങ്ങനെയാണല്ലോ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്, അപ്പോൾ എൻ്റെ ഭാര്യ എത്ര
മഹത്വമുള്ളവളാണ്. തീർച്ചയായിട്ടും അത് വളരെ വളരെ ശ്രദ്ധേയമായ കുടുംബ ബന്ധങ്ങൾക്ക് ഒരു ഇഴയെടുപ്പം പോലും ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ്, അശ്വിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പുരുഷനുമൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും തൻ്റെ അമ്മ അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഗർഭകാലമാകട്ടെ ആ ഗർഭസമയത്താകട്ടെ എത്ര വേദന സഹിച്ച്, അതായത് ഒരു മനുഷ്യന് സഹിക്കാവുന്ന ഏറ്റവും വലിയ വേദനയായിട്ടാണ് ഗർഭകാലത്തെ പ്രസവ വേദനയെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 200 അല്ലെങ്കിൽ 100 അസ്ഥികൾ അങ്ങാണ്ട് ഒടിയുന്ന വേദന എന്നാണ് ആ ഒരു വേദനയെ കണക്കാക്കുന്നത്. ഒരേ സമയത്ത് ഇത്ര അസ്ഥികൾ ഒടിയുന്ന വേദന എന്നാ പറയുന്നത് അതിനെ. അപ്പോൾ അത് കണ്ടറിയുന്നിടത്തോളം കാലം ഒരു പുരുഷനും പിന്നെ ഒരു സ്ത്രീയെ ഈ മോശക്കാരിയാക്കോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ ആ ഒരു അവരുടെ സ്വന്തം അമ്മയോടും സ്വന്തം ഭാര്യയോടും ഒക്കെയുള്ള ബഹുമാനവും സ്നേഹവും വാത്സല്യവും ഒക്കെ വല്ലാണ്ട് കൂടും. അങ്ങനെ വേണം. കാരണം എനിക്ക് തോന്നുന്നു ഇത് വളരെ നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടൊരു കാര്യമാണ്. അവരത് വീഡിയോയിൽ പങ്കുവെച്ചതിൽ ഇത് നെഗറ്റീവ് പറയുന്നവരെ തള്ളിക്കളഞ്ഞേക്ക്, ഇതിനെ മറുപടി കൊടുക്കാൻ ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ ഇതുവരെയും 20ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടാത്ത ഒരുപാട് പക്ഷെ അത് മലയാളത്തിൽ ഇത് കാണിച്ച ഒരു ധൈര്യവും അത് മലയാളികൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇപ്പോ ജയ് പറഞ്ഞ പോലെ ശ്വേതാമേനോൻ സിനിമയിൽ കാണിച്ചപ്പോ എന്ത് വിമർശനങ്ങളായിരുന്നു. അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആലോചിച്ചു, സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന നാട്ടില് അവരുടെ ഗർഭം ലൈവായിട്ട് ചിത്രീകരിക്കാനും അതിൽ സിനിമയുടെ ഭാഗമാക്കാനും അവർ അനുവദിച്ചു. അതുപോലെ നമുക്ക് നമ്മുടെ മലയാളി സമൂഹത്തിന് അത് 5-6 വർഷങ്ങൾക്ക് മുൻപ് 2013 കാലത്തിലെന്തോ 10 വർഷങ്ങൾക്ക് മുമ്പ് വ്യാഴവട്ട കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് മലയാളിയുടെ ആ ഒരു കമന്റ്സിൽ നമുക്ക് മനസ്സിലാക്കി. എല്ലാവരും സന്തോഷമാണ് ഇതിനകത്ത്. അത് നന്നായി അങ്ങനെ ചെയ്തത്. വളരെ അഭിമാനം തോന്നുന്നു ആ ഫാമിലിയെ കുറിച്ച് ഓർത്തിട്ടാണ്. കാരണം മിക്ക പുരുഷന്മാരും ചിന്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിസ്സാരമായ ഒരു പ്രവൃത്തിയാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കുറച്ച് വേദന കാണും, പക്ഷെ അത് അങ്ങനെയല്ല. അവളുടെ ജീവിതത്തിന്റെ ത്യാഗവും ആ ഒരു സ്ത്രീയുടെ ത്യാഗവും ജീവൻ റിസ്ക് വെച്ചുള്ള കളിയും അതോടൊപ്പം തന്നെ അവരുടെ ഒരു ആഗ്രഹവും പുതിയൊരു ജീവൻ ഒരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് വരാനുള്ള ഒരു താല്പര്യവും ഒക്കെ ചേർന്ന് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പ്രസവം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പുരുഷന്മാരോ ഹസ്ബൻഡോ ഒക്കെ പ്രിയപ്പെട്ടവരൊക്കെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രസവവേദന സ്ത്രീ അറിയില്ല. അല്ലാതെ ഈസി ആയിട്ട് സന്തോഷത്തോടു കൂടി മെന്റലി ഹാപ്പി ആയിട്ട്. ഇപ്പൊ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ലേബർ റൂമിൽ കയറി കഴിഞ്ഞ് ചുറ്റിനും ഗർഭിണിയുള്ള കരച്ചില്ല കേൾക്കുമ്പോൾ നമ്മൾ പകുതി ബോധം പോയി. പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർമാരുടെ ഒരു നമ്മൾ ആരുമില്ല, അവർക്ക് എന്തും നമ്മളോട് പറയാമെന്നൊരു നിലപാടാണ്. സർക്കാർ ഹോസ്പിറ്റലൊക്കെ എന്നോടൊക്കെ വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്ത ആൾക്കാരാണ് ഉള്ളത് അവിടെ. അങ്ങനെ പാവങ്ങൾ, പണക്കാര്, തൊലി വെളുത്തവർ, തൊലി കറുത്തവരൊന്നും ഒന്നുമില്ല. ഡോക്ടർമാരെല്ലാം ലേബർ റൂമിൽ കയറുമ്പോൾ വേറെ ഏതോ കാട്ടാളന്മാരായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 1-2 ഡോക്ടേഴ്സ് ഒഴിച്ചാൽ, എന്നെയൊക്കെ പരിശോധിച്ച മെയിൻ ഡോക്ടർമാർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഒരു വല്ലാത്ത അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് കൂടി ഇങ്ങനത്തുള്ള ചർച്ചകൾ പോകണം. സാധാരണഗതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഈ റിക്വസ്റ്റിന്റെ പേരിലോ അല്ലാതെയൊക്കെ പല സമയത്തും ഇത്തരത്തിൽ ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ അനുജത്തിമാരെയോ അല്ലെങ്കിൽ കൂടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ലേബർ റൂമിലേക്ക് കയറ്റുന്ന രീതികൾ നമ്മുടെ കേരളത്തിൽ പല ഹോസ്പിറ്റലുകളുമുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ. പ്രത്യേകിച്ച് സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഇത് ഉണ്ടാവേണ്ടത് ഒരു ആവശ്യകത ശാരീരിക പറഞ്ഞ പോയിന്റും കൂടെയാണ്. ഏത് രീതിയിലാണ് എൻ്റെ പങ്കാളിയെ അവർ ട്രീറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അവർക്ക് കിട്ടുന്ന പരിഗണന എന്ന് കണ്ടറിയാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ആ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒന്നും പറയാൻ തോന്നില്ല. അത് മാത്രമല്ല അവർക്കൊരു പേടി വരും. ഇതിപ്പോ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കൾ അറിയില്ല. നമ്മൾ അറിയിക്കുന്ന നമ്മളെ വെർബലി ഫിസിക്കലി അവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ വെർബലി പറയുന്ന വർത്തമാനങ്ങൾ അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് കൂടപ്പുറപ്പുകളും അല്ലെങ്കിൽ ബന്ധുക്കളും കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരു കൺട്രോൾ വരും. ഞങ്ങൾ നോക്കിക്കോളാം, നോർമൽ പ്രസവം. എനിക്കൊന്ന് സിസേറിയൻസ് ചിലപ്പോൾ കുറഞ്ഞേക്കാം. മിക്കവർക്കും BP കൂടി, എൻ്റെ സിസേറിയൻ ആയിരുന്നു. മിക്കവർക്കും BP കൂടിയായിട്ടാണ് മാശുവള്ളി ചുറ്റി പോകുക എന്ന് പറയും. കുഞ്ഞുങ്ങളുടെ കഴുത്തെ ചുറ്റിയിട്ട് കുഞ്ഞിനെ പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ അതിന് പകരം അവർ സിസേറിയൻ ചെയ്തെടുക്കും. അപ്പോൾ എല്ലാവരും പറയും പ്രസവിക്കുന്നത് മാത്രമല്ല, സിസേറിയൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ഭാഗം കീറിക്കളയുവാണ്. അതിൻ്റെ വേദനകൾ 1, 2, 3 വർഷത്തോളം നമ്മൾ ചുമക്കും. നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റത്തില്ല, നടുവേദന, ഇരിക്കാൻ പേടി, നിൽക്കാം. അങ്ങനെ നടുവേദന അടക്കം ലൈഫ് ലോങ് ആയിട്ടുണ്ട്. പ്രസവിക്കുന്നതിന് കുറച്ച് ഭാഗ്യമുള്ളതെന്ന് ഞാൻ പറയാം. കാരണം അവർ സമയത്ത് അനുഭവിക്കുന്ന വേദനകളേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും ഒരു പ്രോസസ് ഉണ്ടല്ലോ ചെയ്യും. അതായത് ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പും പ്രസവവേദനയ്ക്ക് മുമ്പുള്ള ആ ഒരു നൂൽപ്പാലം ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കാം? BP കൂടാം, കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടാവാം. തീർച്ചയായിട്ടും. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഈ സംഭവങ്ങളൊക്കെ ഒരു ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധുക്കളുടെയോ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്ന് പറഞ്ഞ കണ്ടീഷൻ പോലും ചിലപ്പോൾ ആ സ്ത്രീക്ക് ഉണ്ടാവും. ഹോസ്പിറ്റലിൽ ഉണ്ടായ ദുരനുഭവങ്ങളും ഒക്കെ അടുത്തൊരു പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല, പേടിയാണ്. അപ്പൊ അതൊക്കെ മാറിപ്പോവും. ഇങ്ങനൊരു നമ്മുടെ ബന്ധുക്കളുടെ ഒരു സാന്നിധ്യത്തിൽ ഡോക്ടർമാർ ജസ്റ്റ് ഒരു മെഡിക്കൽ അവയർനെസ് അല്ലെങ്കിൽ മെഡിക്കൽ ക്ലിയർ കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന പോലെ ഒരു നല്ലൊരു റൂമും നല്ലൊരു അന്തരീക്ഷവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ദിയയുടെ എങ്ങനെയായിരുന്നു എന്നാണ് അവർ പറയുന്നത്.
പ്രത്യേകിച്ച് ഇപ്പോഴും പറഞ്ഞ കണക്ക് ആണുങ്ങൾക്ക് യാതൊരു കാര്യമില്ലെന്ന് പറയുന്ന പോലെ അതെ, ലേബർ റൂമിന്റെ ഭാഗത്തേക്ക് ആണുങ്ങളെ കാണരുതെന്ന് പറയുന്ന സർക്കാർ എനിക്ക് ഹോസ്പിറ്റൽ മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഉണ്ട്. അതായത് അതൊരു പെണ്ണുങ്ങളുടെ ഏരിയ ആണെന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന അതിന്റെ ഭാര്യയാണ് സാർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഭർത്താക്കന്മാര് വരും. അതൊക്കെ വീട്ടിലെന്ന് പറയുന്ന കണക്കുള്ള നിന്റെ ഭാര്യയാണെങ്കിൽ എന്ത്, നിന്റെ ഭാര്യയാണ് ലോകത്തിൽ ആദ്യം പ്രസവിക്കുന്നതെന്നൊക്കെ അവർ ചോദിക്കും, അവിടുത്തെ മെയിൻ സൂപ്രണ്ടൊക്കെ. അപ്പൊ എന്തായാലും ആ ഒരു നെഗളിപ്പൊക്കെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇത് സർക്കാർ ഹോസ്പിറ്റലാണ്, ഇത് മസ്റ്റായിട്ടും വേണ്ടത്. കാരണം ഇവർ ഈ ഹെൽത്ത് സെന്റർ മുഴുവൻ അമ്മയും കുഞ്ഞും എന്ന് പറയുന്നിടത്ത് അമ്മയും കുഞ്ഞും അച്ഛനും, അതായത് അമ്മയും കുഞ്ഞും ഉള്ളപ്പം ആ കുഞ്ഞിന്റെ അച്ഛനും കൂടെ വരട്ടെ, അങ്ങനെ ചിന്തിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ആ അച്ഛന് ആ കുഞ്ഞിനെയും അമ്മയെയും കുറെ കൂടെ ഹൃദയത്തിൽ ചേർക്കാനും തൻ്റെ അമ്മയോളം തന്നെ നിർത്തി സ്നേഹിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ കഴിയും. അതാണ് ഇതിന്റെ ഒരു മോട്ടീവ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും പറഞ്ഞ കണക്ക് ദിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും എത്രത്തോളം ഭാഗ്യവതിയാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബം എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു ആത്മബന്ധം എത്രയാണ് തെളിയിക്കുകയും കൂടെ ചെയ്തൊരു സാഹചര്യമായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ച് സന്തോഷമായിട്ട് ബലൂണുകളൊക്കെ ആയിട്ട് ആ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. നിയോ എന്ന് പറഞ്ഞ കുഞ്ഞിനെ അഹാന കയ്യിലേക്ക് വാരിയെടുക്കുമ്പോൾ അഹാനയും പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സന്തോഷം കൊണ്ട് കരയുന്നതെന്ന് അഹാനയും പറയുന്നുണ്ട്. ആ രീതിയിൽ മലയാളികൾക്കൊന്നാകെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള സന്തോഷം തരുന്ന ഒരു ദൃശ്യമായി ദിയയുടെ ഈ ഒരു പ്രസവ ദൃശ്യങ്ങൾ മാറുകയാണ്. നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് നാളെ ഏതൊരു സ്ത്രീയും നല്ലൊരു ഓർമ്മയായിട്ട് അവരുടെ ഗർഭകാലവും പ്രസവവും ഒക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലിൽ അടക്കം കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്.